മലിനീകരണത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലുണ്ടാകുന്ന സൾഫ്യൂരിക് അമ്ലം, നൈട്രിക് അമ്ലം എന്നീ അമ്ലങ്ങൾ മഴവെള്ളത്തിൽ കലർന്ന് ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് ആസിഡ് മഴ. അന്തരീക്ഷ മലിനീകരണമാണ് ആസിഡ് മഴ ഉണ്ടാക്കുന്നത്. വ്യവസായശാലകളിൽ നിന്നും മറ്റും പുറത്തുവിടുന്ന സൾഫർ ഡയോക്സൈഡ്, നൈട്രജന്റെ ഓക്സൈഡുകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് ആസിഡ് മഴയ്ക്ക് കാരണം. അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം അടങ്ങിയിരിക്കുന്നതിനാൽ അന്തരീക്ഷ ഈർപ്പവുമായി ചേർന്ന് കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു. കാർബോണിക് ആസിഡ് മഴവെള്ളത്തിൽ കലരുമ്പോൾ അയോണീകരിക്കപ്പെടുന്നതിൻ്റെ ഫലമായി ജലതന്മാത്രകളുമായി ചേർന്ന് ഹൈഡ്രോണിയം അയോണുകൾ ഉണ്ടാകുന്നു. മഴവെള്ളത്തിൻ്റെ pH വില ശുദ്ധജലത്തിൻ്റേതിനേക്കാൾ കുറയുന്നതിനും അതുവഴി അമ്ലസ്വഭാവം കൈവരിക്കുന്നതിനും ഇടയാക്കുന്നു. ആസിഡ് മഴയ്ക്കൊപ്പം ഭൂമിയിൽ പതിക്കുന്ന ആസിഡുകളുടെ 60 മുതൽ 70% സൾഫ്യൂരിക് ആസിഡും 30 മുതൽ 40% നൈട്രിക് ആസിഡുമാണ്. കുറഞ്ഞ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകുന്നു. സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഓക്സൈഡുകളാണ് യഥാക്രമം സൾഫ്യൂരിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും രൂപീകരണത്തിന് കാരണമാകുന്നത്. അന്തരീക്ഷത്തിലുണ്ടാകുന്ന സൾഫർ ഡയോക്സൈഡിൻ്റെ 67% അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നിമിത്തമാണ്. ശേഷിച്ച 33% മനുഷ്യരുടെ സംഭാവനയാണ്. ആസിഡ് മഴ വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നു. തുടർച്ചയായുള്ള ആസിഡ് മഴ ജലമലിനീകരണത്തിനിടയാക്കുന്നു. കുടിവെള്ളത്തിൻ്റെ അമ്ലത വർദ്ധിക്കുന്നത്, വൃക്കയുടെ തകരാറ്, എല്ലുകളുടെ ബലക്ഷയം എന്നിവയ്ക്ക് കാരണമാകുന്നു. ആസിഡ് മഴ മൂലം അന്തരീക്ഷത്തിലെ സൾഫേറ്റുകളുടെ അളവ് വർദ്ധിക്കുകയും ചെടികളുടെ വളർച്ച മുരടിക്കുകയും ചെയ്യുന്നു. തന്മൂലം ആസിഡ് മഴ കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് പല സസ്യങ്ങളും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും കൽക്കരിയുടെയും ഉപഭോഗത്തിലുണ്ടായിട്ടുള്ള വൻ വർധനവ് മൂലം ഇന്ത്യയും ആസിഡ് മഴ ഭീഷണിയുടെ നിഴലിലാണ്. അനിയന്ത്രിതവും അശാസ്ത്രീയവുമായ വ്യാവസായിക വളർച്ച മൂലം അനവധി നഗരങ്ങളിൽ ആസിഡ് മഴയും മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളും വർദ്ധിച്ചു വരികയാണ്. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചും മലിനീകരണം തടയുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിച്ചും നമുക്ക് ഈ വിപത്തിൽ നിന്നും രക്ഷ നേടാം.